കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാനൊരു സ്റ്റിച്ച് വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗം ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റിച്ച് വീഡിയോ റീൽസായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല വ്യൂസ് കിട്ടിയിരുന്നു. അതിൻ്റെ 1-2 കമൻറ്റ് കണ്ടിരുന്നു, അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് കാണിക്കോ. അപ്പോൾ ഞാൻ ആ ടൈമിൽ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് റീൽസിന് വേണ്ടി കുറച്ച് ഭാഗം മാത്രം അങ്ങനെ വീഡിയോ ഇട്ടതാണ്. പിന്നെ എനിക്ക് അതുപോലെ തന്നെ 2 ടോപ്പും സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യാൻ ഓർഡർ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഭാഗം കൂടി ആ സ്റ്റിച്ചിങ്ങിൻ്റെത് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ഇത് വരുന്നത് നെറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ആ വർക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് മെറ്റീരിയൽ വരുന്നത്. പക്ഷേ കസ്റ്റമർക്ക് അത് ഒരു വി ഷേപ്പിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു വി ഷേപ്പിലേക്ക് ജോയിൻ്റ് ആക്കിയിട്ടാണ് ഫ്രണ്ട് ഭാഗം ചെയ്തത്. ഇത് ഞാൻ 4 വയസ്സായ കുട്ടിക്ക് സ്ലീവ്ലെസ് ആയിട്ടും 9 വയസ്സായ കുട്ടിക്ക് ഫുൾ സ്ലീവിലുമാണ് ചെയ്തത്. അപ്പം ആദ്യം ലൈനിങ്ങിൽ അളവ് മാർക്ക് ചെയ്ത് ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം സാറ്റളും നെറ്റിലുമാണ് പിന്നെ കട്ട് ചെയ്തെടുത്തത്. ലൈനിങ്ങിനെ കാട്ടിയും ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വിട്ടിട്ടാണ് ആ ഒരു ഷേപ്പിൽ മെയിൻ ക്ലോത്തും സാറ്റണും കട്ട് ചെയ്തെടുത്തത്. നെറ്റ് മെറ്റീരിയലും അതുപോലെ തന്നെ സാറ്റണും ആദ്യം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്കും ആം ഹോളും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു വി ഷേപ്പ് അതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡ് ഒഴിവാക്കി ആ ഷോൾഡറിൻ്റെ ആ ജോയിൻ്റ് ഒഴിവാക്കിയിട്ടാണ് ബാക്കി ഭാഗങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എക്സ്ട്രാ വരുന്ന ഈ ബാലൻസ് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അത് തിരിച്ചിടുന്ന അടുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല വശത്തേക്ക് തിരിച്ചിടാം. ഇതിൻ്റെ സൈഡിലെ കൂടി സ്റ്റിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിത് നെറ്റ് മെറ്റീരിയൽ അതുകൊണ്ട് അവിടെ പതിഞ്ഞ് നിൽക്കാത്തത് കൊണ്ട് അതിൻ്റെ ടോപ്പ് വശം ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സാറ്റണിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ ഞാൻ കൊടുക്കാറില്ല. അത് കൊടുക്കാതെയാണ് കൂടുതൽ ഭംഗി. ബ്രൊക്കേഡ് സാറ്റണൊക്കെ കൊടുക്കാതെയാണ് കൂടുതൽ ഭംഗി. പിന്നെ നെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തത്. പിന്നെ എല്ലാ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് ഷോൾഡറിലേക്ക് ഫ്രണ്ട് ഷോൾഡർ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിൽ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ ഷോൾഡർ പെർഫെക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ടോപ്പ് ബാക്ക് ഓപ്പണാണ് വരുന്നത്. അപ്പം ഇതിന് ഹുക്ക് കൊടുക്കാനുള്ള പടിയുടെ വീതി സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2.5 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. ഹുക്കിൻ്റെ ലൂപ്പ് വരുന്ന സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലൗസിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 1 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നല്ല വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഹുക്ക് വരുന്ന ഭാഗത്തെ പടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കോട്ടൺ ലൈനിങ് അത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മറ്റേ ലൂപ്പ് വരുന്ന ഭാഗം ഞാൻ നെറ്റും അതുപോലെ സാറ്റണും കോട്ടണും അങ്ങനെ കുറച്ച് തടി കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിന് ശേഷമാണ് പടി സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത് കോട്ടൺ മാത്രം വെച്ചിട്ട് ഇതുപോലെ ഹുക്ക് വരുന്ന ഭാഗം 1.5 ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് മറ്റേ നമ്മൾ 1 ഇഞ്ച്
വീതിക്ക് പുറമേ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ടാണ് ഹുക്ക് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി ഇവിടെ ഹുക്കും അതുപോലെ തന്നെ ലൂപ്പും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്ലീവിന് ഇതുപോലെ ഹാങ്ങിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വി കട്ട് ആ ഷേപ്പിൽ അവിടെയും വേണമെങ്കിൽ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കാം. ഇതിനെ വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു വർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം സ്റ്റോണൊക്കെ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോൾ. ഈ ബ്ലാക്ക് ഡ്രസ്സിന് ഞാൻ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കസ്റ്റമർ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വെച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ സ്ലീവ് ലെസ്സായിട്ടും ഫുൾ സ്ലീവിലുമാണ് ചെയ്തെടുത്തത്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.